പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെ ഗ്ലാസ് ഡോർ തകർന്നു വീണു. വൻ അപകടം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ ഗ്ലാസ് ഡോർ തകർന്നു വീണു. സുരക്ഷാ ജീവനക്കാരൻ ഡോർ തുറക്കുന്നതിനിടെയായിരുന്നു സംഭവം. എങ്കിലും ആരുടെയും ദേഹത്തേക്ക് വീഴാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിനു മുൻപാണ് ഡോർ തകർന്നു വീണത് എന്നത് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നു. ഡോർ ഘടിപ്പിച്ചതിലെ സാങ്കേതിക പ്രശ്നമാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലം സന്ദർശിച്ച നഗരസഭാ കൗൺസിലർ ടി പി പ്രദീപ് കുമാർ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചു. കരാറുകാരൻ സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകാമെന്ന് ഉറപ്പു നൽകിയതായും ആശുപത്രിയിലെ മറ്റു ഭാഗങ്ങളിലെ ഗ്ലാസ് ഡോറുകൾ കൂടി വിശദമായി പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഗ്ലാസ് ഡോർ വീണ് പൊട്ടിയതുമായി സംബന്ധിച്ച് അന്ന് പരിശോധിച്ചു. സൂപ്രണ്ടിനെ കണ്ടിരുന്നു. ഏറ്റവും കൂടുതൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡോറാണ് കാഷ്വാലിറ്റി ഡോർ. നിരവധി രോഗികളും അതുപോലെ തന്നെ അത്യാവശ്യം രോഗികളും വരുന്ന ഡോറ് അത് ഇളകി വീണതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. 3 വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഡോറിന് ഉൾപ്പെടെ ഗ്യാരണ്ടി ഉണ്ട്. കരാറുകാരൻ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് നേരാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ഡോറുകളൊക്കെ തന്നെ പരിശോധിക്കാനുള്ള നിർദ്ദേശവും സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.